ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ആനമലയിലെ പോത്തന്നൂരിനടുത്താണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലയിലെ പോത്തന്നൂരിനടുത്താണ്. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ കടന്നു പോകുന്നത്. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ ഭാരതപ്പുഴ കടന്നു പോകുന്നു. ശോകനാശിനി പുഴ എന്നും അറിയപ്പെടുന്നു. ശോകനാശിനി പുഴ എന്നും അറിയപ്പെടുന്നു. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത്. ആരാണ് ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഇനി നമുക്ക് ഭാരതപ്പുഴയിലെ പോഷക നദികൾ നോക്കാം. കണ്ണാടിപ്പുഴ, ഗായത്രിപ്പുഴ, തൂതപ്പുഴ, കൽപ്പാത്തിപ്പുഴ. വളരെ എളുപ്പമുള്ള പേരുകളാണ്. കണ്ണാടിപ്പുഴ, ഗായത്രിപ്പുഴ, തൂതപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഇനി നമുക്ക് നോക്കാം, ഗായത്രിപ്പുഴയും ഭാരതപ്പുഴയും എവിടെ വച്ചാണ് ചേരുന്നത്? മായന്നൂർ. ഗായത്രിപ്പുഴയും ഭാരതപ്പുഴയും എവിടെ വച്ച് ചേരുന്നു? മായന്നൂർ. അതുപോലെ കണ്ണാടിപ്പുഴയും ഭാരതപ്പുഴയും ചേരുന്നത് പറളിയേലി വച്ചിട്ടാണ്. കണ്ണാടിപ്പുഴയും ഭാരതപ്പുഴയും ഒന്നിക്കുന്നത് പറളിയേലി വച്ചിട്ടാണ്. ചിറ്റൂർ പുഴ എന്നാണ് കണ്ണാടിപ്പുഴയെ അറിയപ്പെടുന്നത്. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴയാണ്. ചിറ്റൂർ പുഴ എന്ന് അറിയപ്പെടുന്നത്. ഇതുവരെ പറഞ്ഞ പോയിൻറ്റ്സ് ഒന്നുകൂടെ പറയാം. ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലയിലെ പോത്തന്നൂരിനടുത്താണ്. ഭാരതപ്പുഴ കടന്നു പോകുന്ന ജില്ല പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. ശോകനാശിനി പുഴ എന്നും അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അതിൻ്റെ പോഷക നദികളാണ് കണ്ണാടിപ്പുഴ, ഗായത്രിപ്പുഴ, തൂതപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഗായത്രിപ്പുഴയും ഭാരതപ്പുഴയും ചേരുന്നത് മായന്നൂരിൽ വച്ചിട്ടാണ്. കണ്ണാടിപ്പുഴയും ഭാരതപ്പുഴയും ചേരുന്നത് പറളിയിൽ വച്ചിട്ട്. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴയാണ്. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴയാണ്. ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്ന സ്ഥലമാണ് പൊന്നാനി. ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്ന സ്ഥലമാണ് പൊന്നാനി. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം.ടി. വാസുദേവൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി. കുഞ്ഞിരാമൻ നായർ. നിളയുടെ കഥാകാരൻ എം.ടി. വാസുദേവൻ നായരും നിളയുടെ കവി പി. കുഞ്ഞിരാമൻ നായരുമാണ്. കേരളത്തിലെ ആദ്യ ഉരുക്ക് തടയണ നിർമ്മിച്ചത് ഭാരതപ്പുഴയുടെ കുറുകെയാണ്. കേരളത്തിലെ ആദ്യ ഉരുക്ക് തടയണ നിർമ്മിച്ചത് ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ്. ഭാരതപ്പുഴ പതിക്കുന്നത്